നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞ ഈ ഒരു കുത്ത് കണ്ടോ, ഇത് എത്തുമ്പോൾ വീണ്ടും നമ്മൾ പമ്പ് ഓണാക്കണം, പ്രഷർ ഓണാക്കണം. പ്രഷർ ഓണാക്കി ഇതിനിടയ്ക്ക് രണ്ട് കുത്തിൻ്റെ ഇപ്പുറത്ത് രണ്ടാമത്തെ കുത്തില്ല അപ്പുറത്ത് അതിനിപ്പുറത്ത് നിർത്തണം. പ്രഷർ എപ്പോഴും ഈ ലെവലിൽ ഇപ്പോൾ താഴെ രണ്ട് കുത്തില്ലേ, ഈ രണ്ട് കുത്തി ഈ വലത്തെ അറ്റത്തെ കുത്തിൽ അകത്ത് നിർത്തണം. കുറേ തേട്ടിലോട്ട് പോരത്, അതിനിടയ്ക്ക് വെച്ച് നിർത്തിക്കൊണ്ടിരിക്കണം. എങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ മേലോട്ടാണ് അതില്ല പ്രശ്നമല്ല, അത് അങ്ങോട്ട് പോകില്ല. അല്ല ഇത് പോത്തില്ല, അല്ല ഇത് ഇവിടുന്ന് താഴോട്ട് പോയിരുന്നത്. താഴോട്ട് പോയി കഴിയുമ്പോൾ ഗ്രാഫിൽ ലെവലിൽ ഓണാക്കുക. പ്രോസസ് കൺട്രോൾ ഓപ്പൺ ആക്കിയിട്ട് പ്രോസസ് സ്റ്റേഷൻ നമ്മൾ ലെവൽ കൊടുക്കുക, അനലൈസർ ലെവൽ കൊടുക്കുക, ട്രെയിനർ ലെവൽ കൊടുക്കുക, ഈ കൺട്രോൾ നിങ്ങൾ ഓൺ ഓഫ് ആണോ പ്രൊപ്പോർഷൻ ആണോ പി ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. സെറ്റ് ചെയ്യുക. സെറ്റിങ്സ് എടുത്ത് പാരാമീറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് സെറ്റിംഗ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, സെറ്റ് പോയിന്റ് കാര്യങ്ങൾ, ഡിഫറൻഷ്യൽ ഗ്യാപ്പ്, ഇതെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തിയിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫയൽ എടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. ഈ ഫയൽ എടുത്ത് സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് വെച്ച് ഇവിടെ പ്രഷർ ഫുള്ളായിരിക്കണം, ഈ മോട്ടർ ഓണായിരിക്കണം. പ്രഷർ ഫുള്ളായിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഫയൽ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. പ്രഷർ കുറയുന്നത്, പ്രഷർ കുറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെ വളഞ്ഞു തുടങ്ങുന്നത്. പ്രഷർ ഓണാക്കി കേട്ടോ. ഈ വാൾവാണ് ഓപ്പറേറ്റ് ആണ്, ഈ വാൾവ് ഓപ്പറേറ്റ് ആകുമ്പോൾ നമ്മൾ പ്രഷർ കുറയും. ഇല്ലെങ്കിൽ ഈ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നില്ല. നിങ്ങളിത് ഒരു പേജായി കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ എടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക, ഫയൽ എടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് സ്വിച്ചാണെങ്കിൽ നിങ്ങളിത് കൊടുത്ത് സേവ് കൊടുക്കുക. സേവ് ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത ചെയ്യണമെങ്കിൽ അടുത്ത കൺട്രോൾ എടുക്കുക, പ്രൊപ്പോർഷൻ എടുക്കുക, ഫയൽ എടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക, എല്ലാം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തെടുക്കണമെങ്കിൽ ലോഡ് കൊടുത്തിട്ട് നിങ്ങളെ ഫയലിൻ്റെ നെയിം എന്താണ് നിങ്ങളുടെ ഈ അടിച്ചത് അത് കൊടുത്തു കഴിഞ്ഞാൽ